ക്രിസ്തു ജീസസ്, ആവേ മരിയ. മാർക്കോസ് 3:11 അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന്റെ മുന്നിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. മനുഷ്യന്മാരെല്ലാവർക്കും നിത്യമരത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നതാണ് ഈ നമ്മുടെ നിത്യമരത്തിലുള്ള രക്ഷയ്ക്കുള്ള ഏക വഴി. നമ്മൾ എന്തിന് നന്മ പ്രവർത്തികൾ ചെയ്യണം? നന്മ പ്രവർത്തികൾ ചെയ്യേണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വഴിയായി നന്മ ലോകത്തിൽ വരണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ നന്മ പ്രവർത്തികൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒട്ടുമിക്ക തന്മയാണ് ചെയ്യാൻ സാധ്യത. അതുകൊണ്ടാണ് നന്മ പ്രവർത്തി ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നന്മ പ്രവർത്തി ചെയ്തില്ലെങ്കിൽ ഒന്നാമത് നമ്മളിലൂടെ വരേണ്ട നന്മകൾ വരില്ല. രണ്ടാമത് തിന്മ പ്രവർത്തി ചെയ്യാനും സാധ്യതയില്ല. ആ തിന്മ പ്രവർത്തി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോകും. നമുക്ക് നിത്യശിക്ഷയ്ക്ക് യോഗ്യരാകുകയും ചെയ്യും. അതുകൊണ്ടാണ് നന്മ പ്രവർത്തി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നന്മ പ്രവർത്തികൾ വഴിയല്ല നമുക്ക് രക്ഷ കിട്ടുന്നത്. നന്മ പ്രവർത്തികൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ രക്ഷ നമുക്ക് നഷ്ടപ്പെടില്ല എന്നുള്ളത് മാത്രമാണ്. ഈശോ നമുക്ക് ആരാധിക്കാൻ, സ്നേഹിക്കാൻ കുർബാനയിലൂടെയും പത്ത് കൽപ്പന അനുസരണത്തിലൂടെയും. ഹല്ലേലൂയ. ആവേ മരിയ.